Hi all, welcome back to Mallu Techies. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ടോക്കൺസ് എന്ന ടോപ്പിക്കാണ്. സി ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സി പ്രോഗ്രാമിലുള്ള സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു കമ്പൈലർ എല്ലാ സി പ്രോഗ്രാമിനെയും എത്രത്തോളം ചെറിയ യൂണിറ്റ്സ് ആക്കാൻ പറ്റുമോ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് കമ്പൈലേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയുമാണ് സി ടോക്കൺ എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും 6 ടൈപ്പ് ടോക്കൺസ് ആണുള്ളത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, സ്ട്രിംഗ്, കോൺസ്റ്റന്റ്, സ്പെഷ്യൽ സിംബൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കീവേഡ്സ്. കീവേഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായ മീനിംഗ് ഉള്ള വാക്കുകളെയാണ്. ഈ വേർഡ്സിന്റെ മീനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ഇന്റ്, ഫ്ലോട്ട്, ക്യാർ ഇതെല്ലാം. അടുത്തത് ഐഡന്റിഫയേഴ്സ്. വേരിയബിൾസ്, ഫങ്ഷൻസ്, അറേ അങ്ങനെയുള്ളവയ്ക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നെയിമിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നെയിംസ് യുണീക്ക് ആയിരിക്കും. ഇന്റ് മണി, ക്യാർ നെയിം, ഇതില് മണി എന്നതും നെയിം എന്നതുമാണ് ഐഡന്റിഫയേഴ്സ്. ഈ ഐഡന്റിഫയേഴ്സിന്റെ നെയിം ഡിഫൈൻ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് പരിഗണിക്കേണ്ടതുണ്ട്. ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ഉപയോഗിച്ചായിരിക്കും. ഐഡന്റിഫയേഴ്സിന്റെ നെയിമില് ഡിജിറ്റ്സും അണ്ടർസ്കോറും ആൽഫബറ്റ്സും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഐഡന്റിഫയേഴ്സിന്റെ ആദ്യത്തെ 31 ക്യാരക്ടേഴ്സ് വരെ മാത്രമേ പരിഗണിക്കൂ. അടുത്ത സി ടോക്കൺ ആണ് സ്ട്രിംഗ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. സ്ട്രിംഗ് നമ്മൾ എഴുതുന്നത് 2 ഡബിൾ കോട്ട്സിലുണ്ട്. സ്ട്രിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ് സിംഗിൾ കോട്ട്. ഇനി കോൺസ്റ്റന്റ്. പേര് പോലെ തന്നെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വേർഡ്സിനെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു വേരിയബിളിൽ കോൺസ്റ്റന്റ് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കോൺസ്റ്റ് എന്ന കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റ് ഡബിൾ പൈ ഈക്വൽ ടു 3.14. ഇതിൽ ഡബിൾ എന്നത് ഡാറ്റ ടൈപ്പ്, പൈ എന്നത് വേരിയബിളും 3.14 എന്നത് കോൺസ്റ്റന്റ് വാല്യൂ. ഇവിടെ പൈ എന്ന വേരിയബിളിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 3.14 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയാണ് ഹാഷ്ഡ് ഫോം. ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് കോൺസ്റ്റന്റിന്റെ കുറച്ച് ടൈപ്സിനെ പറ്റി നോക്കാം. ഇവിടെ ഇപ്പൊ പറയാൻ പോകുന്നത് 2 ടൈപ്സിനെ പറ്റി. ആദ്യത്തേത് ന്യൂമറിക് കോൺസ്റ്റന്റ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, റിയൽ കോൺസ്റ്റന്റും ഇന്റിജർ കോൺസ്റ്റന്റും. രണ്ടാമത്തേത് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഇതിലും 2 ടൈപ്പ് ആണുള്ളത്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റും സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഇതിനുള്ള എക്സാമ്പിൾ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത സി ടോക്കൺ സ്പെഷ്യൽ സിംബൽ. ഒരു പ്രത്യേക തരം മീനിംഗ് ഉള്ള സിംബലിനെയാണ് സ്പെഷ്യൽ സിംബൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിംബൽസ് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 3 തരം സിംബൽസ് ആണ് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് ബ്രേസസ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ സൂചിപ്പിക്കാനാണ് ബ്രേസസ് ഉപയോഗിക്കുന്നത്. കോഡിന്റെ തുടക്കത്തിൽ ഓപ്പണിംഗ് ബ്രേസും അവസാനം ക്ലോസിംഗ് ബ്രേസുമാണ് ഉണ്ടാവുക. രണ്ടാമത്തേത് പരാന്തസിസ്. ഫംഗ്ഷൻ കോൾസിനും ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതിനും ആണ് പരാന്തസിസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേത് ബ്രാക്കറ്റ്സ്. ഇത് യൂസ് ചെയ്യുന്നത് അറേ എലമെന്റ്സിന് വേണ്ടിയാണ്. അവസാന സി ടോക്കൺ ആണ് ഓപ്പറേറ്റേഴ്സ്. മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ ലോജിക്കൽ കാൽക്കുലേഷനോ വേണ്ടിയാണ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 8 തരം ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സിൽ ആദ്യത്തെ 4 എണ്ണത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്
ഇവയൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സിന്റെ സിമ്പിളും എക്സാമ്പിൾസും ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് വേരിയബിൾസ് കമ്പയർ ചെയ്യുന്നതിനാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്നിവയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഒരു കണ്ടീഷൻ ശരിയാവുമ്പോൾ ഒരു വാല്യൂ, അത് തെറ്റാണെങ്കിൽ വേറൊരു വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3 ഇങ്ങനെയാണ്. ഇതിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആദ്യം എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ 1 ശരിയായാൽ മാത്രം എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 2ഉം ട്രൂ ആണെങ്കിൽ മാത്രം ഒരു നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി എക്സ്പ്രഷൻ 1 ഫാൾസ് ആണെങ്കിൽ ഓപ്പറേറ്റർ നേരെ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 1ഉം എക്സ്പ്രഷൻ 3യും ഫാൾസ് ആണെങ്കിൽ നമുക്ക് 0 വാല്യൂ റിട്ടേൺ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എക്സ്പ്രഷൻ 1ഉം എക്സ്പ്രഷൻ 2ഉം ട്രൂ ആണെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ, എക്സ്പ്രഷൻ 1ഉം എക്സ്പ്രഷൻ 3യും ഫാൾസ് ആണെങ്കിൽ ഒരു 0 വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. 3 തരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് ട്രൂ ആവണമെങ്കിൽ എല്ലാ ഓപ്പറൻസും ട്രൂ ആവണം. ലോജിക്കൽ ഓർ ട്രൂ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് ട്രൂ ആയാൽ മതി. ഇനി ഓപ്പറൻസ് 0 ആണെങ്കിലാണ് ലോജിക്കൽ നോട്ട് ട്രൂ ആവുന്നത്. ബാക്കിയുള്ള ഓപ്പറേറ്റ്സിനെ പറ്റി നിങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. എളുപ്പത്തിൽ സ്വയം സഹായിക്കുന്ന 3 സൈറ്റ്സിന്റെ ലിങ്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള 4 ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. അധിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക്